പ്രേക്ഷകർക്ക് എന്റെ പേര് ടിൻഡു. സ്നേഹമുള്ളവർ എന്നെ ടിൻഡുമോൻ എന്ന് വിളിക്കും. എന്റെ കഥയോ കഥാപാത്രമോ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ, ഇനി അതല്ല നിങ്ങളുടെ വീട്ടിലുള്ളവരിപ്പോഴോ വലിയ സാമ്യം തോന്നിയാൽ ദയവ് ചെയ്ത് എന്നെ കുറ്റം പറയരുത്. അത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് സ്വന്തം ടിൻഡുമോൻ. അപ്പൊ ഞാൻ കരുതിയത് പോലെയൊന്നും അല്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ? എന്നെ ആരും തല്ലിയില്ലടാ. അയ്യേ, അതുകൊണ്ടൊന്നല്ല. ആരെങ്കിലും തല്ലിയിരുന്നെങ്കിൽ ആ സീൻ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്താ ടെൻഷനെടുത്തത്. എന്തിനാ അപ്പൊ കിൻഡുവോ പോയത്? ആ, നീ ഒന്ന് ടൗണിൽ പോയി വരണം. ശരി അച്ഛാ. ഇവിടെ വാ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വഴിക്ക് പോകുന്ന പ്രതിന്ന് വിളിക്കരുതെന്ന്? നീ ഇതെങ്ങോട്ടാ? ഇത് നല്ല കാര്യം. എന്റെ അച്ഛനല്ലേ ഇപ്പൊ പറഞ്ഞത് ടൗണിൽ പോയി വരാൻ. ഞാൻ ടൗണിൽ പോവാ. കേട്ടവനെ മഴ മണ്ട. എടാ, എന്തിനാണ് നിന്നോട് ടൗണിൽ പോകാൻ പറഞ്ഞത്? എനിക്കറിയില്ല. അച്ഛൻ ടൗണിൽ പോയി വരാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. നാളെ നമ്മുടെ മുത്തശ്ശൻ മരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ്. നീ ടൗണിലെ പത്ര ഓഫീസിൽ ചെന്ന് ഒരു വാർത്ത കൊടുക്കണം. മരിച്ചുപോയ മുത്തശ്ശൻ ഇനി വാർത്ത വായിക്കു വെച്ചാ വേർപാടിന്റെ ഒരു വർഷം ദുഃഖത്തോടെ മകനും കുടുംബവും ഈ ഒരു കുറിപ്പ് കൊടുക്കാനാ. മുത്തശ്ശൻ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. നിനക്ക് മുത്തശ്ശനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ? അതൊന്നല്ല, മുത്തശ്ശന് സീരിയസ് ആണെന്ന് പറഞ്ഞേ. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലെ ലീവ് എടുത്ത് സുഖമായിട്ട് കഴിഞ്ഞു വരുമ്പോഴല്ലേ മുത്തച്ഛൻ മരിച്ചത്. ലീവ് എടുക്കാൻ ഒരു കാരണം കിട്ടാതെ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചു എന്ന് അച്ഛന്. വല്ലാത്തൊരു ജന്മം തന്നെയാണ് എന്റേത്. അച്ഛന്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങി. അതാ ഒരു സമാധാനം. ഈ നര പ്രായം കൊണ്ടുള്ളതൊന്നല്ല, പറഞ്ഞുതരാ. എടാ, നീ ഒരു തെറ്റ് ചെയ്താൽ അച്ഛന്റെ ഒരു മുടി നരയ്ക്കും. നീ ഇതുവരെ എത്ര തെറ്റ് ചെയ്തു എന്നറിയാൻ എന്റെ തലയിലെ നരച്ച മുടി എണ്ണി നോക്കിയാൽ മതി കേട്ടാ. അത് ശരി, താനല്ലേ ഈ മുടി നരയ്ക്കുന്നതിന്റെ ബുട്ടൻസ്. എനിക്കിത് അറിയില്ലായിരുന്നു അച്ഛാ. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഒരു തെറ്റും ചെയ്യരുത് കേട്ടോ. അച്ഛന്റെ മുടി നരപ്പിക്കില്ലേടാ. ദൈവമേ, എന്റെ അച്ഛൻ ഇത്രയും വൃത്തികെട്ടവനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്താണ് പറഞ്ഞത്? അടിച്ച് ഞാൻ പറയുന്നതാണോ? അച്ഛൻ ഈ മുത്തശ്ശന്റെ ഫോട്ടോയിലൊക്കെ നോക്കിക്കേ. ഒറ്റ അറിഞ്ഞില്ലാതെ പാത്തിന്റെ മുടി മുഴുവനും നരച്ചുപോയി. ഈ അച്ഛൻ എന്തോരം തെറ്റ് ചെയ്തിട്ടായിരിക്കും മുത്തശ്ശന്റെ തലയിങ്ങനെ മഴത്തി വീണ പോലെ. എടാ ടിൻഡു, നീ സ്കൂളിൽ പോകുന്നില്ലേ? ഇല്ല, ഞാനിനി സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിൽ പോകുന്നില്ലോ? അതെന്താ? നിന്നെ പിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ? പുറത്താക്കിയതൊന്നുമല്ല. പിന്നെ അച്ഛനെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു? അതൊന്നുമല്ല. എല്ലാരും എന്നെ കളിയാക്കിച്ചിരിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും തമാശയാ. നീ എന്താ പറഞ്ഞത്? കൂട്ടുകാരെന്നെ കളിക്കാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം സ്റ്റഡിയിങ്. അപ്പൊ അവരെല്ലാരും പൊട്ടിച്ചിരിക്കുക. പിന്നെ ഞാൻ ഗേൾഫ്രണ്ടിനോട് ഇപ്പൊ ക്ലാസ് ഇല്ല, നമുക്ക് ലൈബ്രറി പോയിരുന്ന് അസൈൻമെന്റ് ചെയ്യാനുള്ള ബുക്ക് റെഫർ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവർക്ക് ചിരി. പിന്നെ ചിഞ്ചു പറയുവാ, സൺഡേ ഏതായാലും ക്ലാസ്സിലല്ലോ, നമുക്ക് ഫിലിമിന് പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ട്യൂഷൻ ഉണ്ട്, ട്യൂഷൻ കട്ടിയിട്ടൊന്നും ഞാൻ ഫിലിമിന് വരില്ല. അവര് ഭയങ്കര അതൊക്കെ സഹിക്കാം. പിന്നെ ഞാൻ ടീച്ചറോട്
ചിരിച്ചോ? ആട്ടെ, നീ എന്താ ടീച്ചറോട് ചോദിച്ചത്? ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്കൊരു സംശയം ഉണ്ടെന്ന്. അപ്പൊ ടീച്ചർ ഒരു ചിരി ഇരിച്ചു. ഇന്നലെ വൈകുന്നേരമായിട്ടും ടീച്ചർ ആ ചിരി എടുത്തില്ല. എന്താ എല്ലാരും ഇങ്ങനെ? അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഇങ്ങനെ എപ്പോഴും പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ ആരായാലും ചിരിച്ചു പോകും. നീ തിന്നുമോ തന്നെയല്ലേ? അച്ഛൻ അധികം കളിയാക്കൊന്നും വേണ്ട. ക്ലാസ് ടെസ്റ്റിന്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ, അച്ഛൻ കേട്ടു. നിന്റെ എല്ലാ റിസൾട്ട് വരുമ്പോഴും നീ പൊട്ടെന്ന് ഞാൻ എപ്പോഴും പതിവാണല്ലോ. നിനക്ക് എന്താ പുതുമ? ഇത് അതുപോലെയല്ല, അച്ഛൻ ശരിക്കും എനിക്ക് ഫുൾ മാർക്കായിരിക്കും. ഫുൾ മാർക്കോ? ഞാൻ വലിയ അച്ഛൻ നെട്ടും നോക്കി വച്ചാ ഇത് പഴയ ടീച്ചറല്ല. എടാ, കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിന് പോകുമ്പോ നീ അല്ലേ പറഞ്ഞത് നീ ഒന്നും പഠിച്ചിട്ടില്ല, എന്നത്തെയും പോലെ ഇന്നും തട്ട പോകയാന്ന്? അത് ശരി തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോ തന്നെ ഞാനൊരു 5 മിനിറ്റ് ചിന്തിച്ചു. അപ്പൊ തന്നെ എനിക്കൊരു ഉത്തരം കിട്ടി. നീ സത്യമാണോ പറയുന്നത്? ഇനി നിനക്ക് വല്ല ദിവ്യശക്തി കിട്ടിയോടാ? നിനക്ക് എന്ത് ഉത്തരമാണ് കിട്ടിയത്? അതോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ തന്നെ ഞാൻ